ഗുരു ട്രേഡ് 7 എന്ന് പറയുന്ന ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് പൈസ പിൻവലിക്കുന്നത്, ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പൈസ ലഭിക്കുന്നത് തുടർന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്, വിശദമായി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനലായ ഓൾ ഫോർ ഗുഡ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ളതും ബാങ്കിങ് സംബന്ധമായ കൂടുതൽ അറിവുകളും നിങ്ങൾക്ക് ഓൾ ഫോർ ഗുഡ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമേ ഞാൻ പറയാം, ഈ ട്രേഡിംഗ് ആപ്ലിക്കേഷനെ കുറിച്ച്. വിദേശ സ്റ്റോക്ക് മാർക്കറ്റുകളും ഡിജിറ്റൽ കറൻസിയിലും നമുക്ക് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് അവകാശപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗുരു 7 ട്രേഡ്. അതായത് നിരവധി ഇൻട്രാഡേ ട്രേഡിംഗ് ആപ്ലിക്കേഷനുകളും നമുക്ക് ഇന്ന് നമ്മുടെ ഫോണുകളിൽ അവൈലബിൾ ആണ്. അത്തരത്തിലൊരു ആപ്ലിക്കേഷൻ മാത്രമാണ്. അതായത് നമ്മൾ കാണുന്ന ഡിജിറ്റൽ കറൻസി, അതായത് എതേറിയം, ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ നാണയങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശത്തെ സ്റ്റോക്ക് മാർക്കറ്റുകളോ ഡിജിറ്റൽ സ്റ്റോക്ക് മാർക്കറ്റുകളിലോ ഉള്ള ഓഹരിയുടെ ചലനം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്നും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്നും ലാഭം നേടാൻ സാധിക്കുന്നതും. പലരും ഇത് ഗാംബ്ലിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഇന്ത്യയിൽ ഈ ആപ്ലിക്കേഷനൊന്നും നിരോധനമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ഗുരു ട്രേഡ് ആപ്ലിക്കേഷൻ പലരും പറയുന്നത് ഇന്ത്യൻ ആപ്ലിക്കേഷനാണ്. എന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഗുരു ട്രേഡ് 7 ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോ കാണാം. നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോറിൽ നമ്മൾ സെർച്ചിൽ ഗുരു ട്രേഡ് 7 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആപ്ലിക്കേഷൻ, അതായത് ഗുരു ട്രേഡ് 7 നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇവർ തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. നമുക്കത് ആവശ്യമില്ലെങ്കിൽ യെസ് ഗോ അഹേദ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സ്വീകരിക്കാം. അല്ല എങ്കിൽ നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആവശ്യമില്ലെങ്കിൽ ഇടത് സൈഡുള്ള നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി കാണിക്കുന്നു. ഇവിടെ റിയൽ അക്കൗണ്ട്, ഡെമോ അക്കൗണ്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഡെമോ അക്കൗണ്ടിൽ നമുക്ക് 10,000 രൂപ ഇവർ ആദ്യമേ നൽകുന്നുണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന്. റിയൽ അക്കൗണ്ടിൽ നമ്മൾ തന്നെയാണ് പൈസ ഇടേണ്ടത്. അത് ഞാൻ ഈ വീഡിയോയുടെ പകുതി കഴിഞ്ഞിട്ട് അത് കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് പൈസ ഇതിലേക്ക് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ എതേറിയം, ബിറ്റ്കോയിൻ തുടങ്ങിയ ഡിജിറ്റൽ നാണയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഏത് സമയത്തും ട്രേഡ് ചെയ്യാം. ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് 3 മിനിറ്റ്, 1 മണിക്കൂർ, 30 മിനിറ്റ് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഈ ഓപ്ഷനാണ് അവിടെ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള പ്ലാറ്റ്ഫോം. ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കും. ഇതിലൊരു ലൈൻ വെർട്ടിക്കലായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ലൈൻ ആണ് ഇതിൻ്റെ ഗ്രാഫ് പോകുന്ന മൂവ്മെൻറ്റ്സ് കാണിക്കുന്നത്. നമുക്കിവിടെ ഈ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ എന്ന് പ്രൊഡക്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് മിനിമം 20 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത്രയുമാണ് ആദ്യം വരുന്ന ഒരു മെയിൻ സംഭവങ്ങൾ. നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാം. ഒരു റെഡ് കളറിൽ പുട്ടെന്നും ഗ്രീൻ കളറിൽ കാളെന്നും ഓപ്ഷൻ. നമുക്ക് ഇത് ഉപയോഗിച്ചാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത്. അതായത് ഈ ഗ്രാഫ് മുകളിലേക്ക് പോകും എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമെന്ന് തോന്നുകയാണെങ്കിൽ കാളെന്ന ഓപ്ഷനും, താഴേക്കാണെങ്കിൽ പുട്ടും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉപയോഗം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്കിത് ജസ്റ്റ് എങ്ങനെയാണെന്ന് ഒന്ന് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ എതേറിയം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്, അതായത് നമുക്ക് മാർക്കറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ പുട്ടെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കോളെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ മുകളിൽ എതേറിയം ഇവിടെ കൺഫേം 20 രൂപ. ഞാനിവിടെ 20 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്കിവിടെ ഈ ഓപ്ഷൻ ബൈ ഒറ്റ ക്ലിക്കാണെങ്കിൽ, അതായത് നമ്മളിവിടെ ഈ പുട്ടെന്നോ കാളെന്നോ പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാനിവിടെ ഈ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചത്. ഞാനിവിടെ ഫസ്റ്റ് ഒരു ട്രേഡ് എടുത്തു, അതായത് പുട്ടെന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. 20 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 9,980 രൂപയാണുള്ളത്. 20 രൂപയാണ് ചെയ്തത്. ഈ പൈസ നമുക്ക് ലഭിക്കുമോ നഷ്ടപ്പെടുമോ എന്ന് നോക്കാം. അതായത് ഞാൻ ഈ
ഗ്രാഫ് താഴേക്ക് വരും എന്ന് വിചാരിച്ചിട്ടാണ് പ്രൊഡക്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ മുകളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ടൈം അവിടെ കാണിക്കുന്നുണ്ട്, 1 മിനിറ്റാണ്. ഈ 1 മിനിറ്റിനകത്ത് ഇത് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ പൈസ ലഭിക്കുന്നതായിരിക്കും. മിനിറ്റിനകത്ത് താഴേക്കാണ് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും 1 മിനിറ്റ് ആയിട്ടില്ല. ഇവിടെ 80% വരെ പ്രോഫിറ്റ് ലഭിക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എതേറിയത്തിൽ മുകളിൽ ഇടത് സൈഡായിട്ട് ഇപ്പോൾ ഗ്രാഫ് താഴെയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. 36 രൂപ നമ്മുടെ ഡെമോ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അതായത് നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ, പിൻവലിക്കാനൊന്നും സാധിക്കില്ല. ഇവർ പ്രാക്ടീസിന് തന്നതാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇവിടെ കാണാം 10,016 രൂപ ആയിട്ടുണ്ട്. ഡെമോ അക്കൗണ്ടാണ്. ഇനി നമുക്ക് ഈ ഗ്രാഫ് താഴെ നിൽക്കുന്നു, ഇത് മുകളിലേക്ക് പോകും എന്നാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് കാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതായത് ഗ്രീൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. 20 സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ കാൾ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഗ്രാഫ് മുകളിലോട്ട് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ടൈം നോക്കി സെറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് നോക്കാം. 1 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഇതിന് വരുന്നത്, നമുക്ക് പൈസ ലഭിക്കുമോ അതോ നഷ്ടപ്പെടുമോ എന്ന് നോക്കാം. ശരിക്കും റിയൽ അക്കൗണ്ടിൽ കളിക്കുമ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ഡെമോ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാതെ തന്നെ ചെയ്യാം. നമ്മുടെ പൈസ നഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ട്. അതുപോലെ റിയൽ അക്കൗണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കുക, നമ്മുടെ പൈസയാണ്. അതുകൊണ്ട് ഡെമോ അക്കൗണ്ടിൽ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ റിയലായിട്ട് നമ്മൾ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യേണ്ടത്. ഇവിടെ 1 മിനിറ്റ് ഏതാണ്ട് ആയിരിക്കുകയാണ്. ആ ലൈനിൽ വരുമ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇത്രയും ഈസി ആയിട്ട് ഞാൻ കാണിക്കുന്നത്. ഇവിടെ ഓക്കെ അടിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ്, ഇവിടെ കാണാം 10,032 എന്ന് കാണാൻ സാധിക്കും. നമുക്ക് നിരവധി വിദേശ സ്റ്റോക്ക് മാർക്കറ്റ്, ബിറ്റ്കോയിൻ, എതേറിയം തുടങ്ങിയ ഇതിലെപ്പോഴും നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. സാധാരണ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ നമുക്കറിയാമായിരിക്കും അവധി ദിവസം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ 9 മണി മുതൽ വൈകുന്നേരം 9:30 മുതൽ അല്ലെ 10 മണി മുതൽ 3 മണി വരെ ആയിരിക്കും. പക്ഷേ ഇതിൽ ഡിജിറ്റൽ ട്രേഡിങ്ങിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ പോലും എതേറിയവും ബിറ്റ്കോയിനും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ പോപ്പുലറായിട്ട് ഉള്ളത് നമുക്ക് കറൻസി ഏത് വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതിൽ വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്ത് ലാഭം നേടാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളിലൂടെ പരിചയപ്പെടാം. ആദ്യമായി ഏറ്റവും താഴെ ഇടത് സൈഡ് നമുക്കൊരു ഓപ്ഷൻ കാണാം, എബോട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ. അതായത് ഗുരു ട്രേഡ് 7ൻ്റെ എന്താണ് ഇതിൻ്റെ ഉപയോഗം, എങ്ങനെയാണ് ഇത് എന്നുള്ള ഈ കമ്പനിയെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളാണ്. ശരിക്കും പല വീഡിയോസുകളും പറയുന്നത് ഇത് ഒരു ഇന്ത്യൻ ആപ്ലിക്കേഷനാണെന്ന് എന്നാണ്. പക്ഷേ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും ഈ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് 47,000 രൂപ വരെ നമുക്ക് ഒരു ദിവസം നമുക്ക് പ്രോഫിറ്റ് ലഭിക്കാം. അതുപോലെ 20 രൂപ മുതൽ നമുക്ക് മിനിമം ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇതിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും നഷ്ടം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കുക. അതിനുശേഷം നമുക്കിവിടെ രണ്ടാമതൊരു ഓപ്ഷനുണ്ട്, ന്യൂസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഗുരു ട്രേഡിൻ്റെ ആപ്ലിക്കേഷനും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകളുടെയൊക്കെ ന്യൂസുകൾ, അതായത് ഇന്ത്യൻ ന്യൂസ് അത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപയോഗിച്ച് നമുക്ക് വാർത്തകൾ വായിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കാണുന്നതിനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ട്രേഡ്, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ചെയ്യുന്നത്. നാലാമത്തത് ഹിസ്റ്ററി, അതായത് നമ്മൾ റിയൽ ആയിട്ടോ ഡെമോ അക്കൗണ്ടിലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പൈസ കാണാം. നാലാമത്തത് മീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്ഷൻ തന്നെയാണ്. നമുക്കവിടെ നമ്മുടെ ബാലൻസ് കാണാം, 0 ആണ്. ഞാനിവിടെ ഇത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഡെപ്പോസിറ്റ്, ട്രാൻസാക്ഷൻ, ട്യൂട്ടോറിയൽ, കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം.
നമുക്കിവിടെ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ, അതായത് നമുക്ക് ഇവിടെ ടാപ്പ് ടു സൈൻ ഇൻ എന്ന് പറഞ്ഞ് മുകളിൽ കാണുന്ന ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് നമ്മുടെ പേര് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ രജിസ്ട്രേഷൻ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്താൽ പിന്നെ ലോഗിനാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നമ്മൾ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡും നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് വഴിയും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഇതിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ബാലൻസ് 0 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. റിയൽ ആയിട്ട് അക്കൗണ്ടിന് ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ആരോയിൽ. അതിനുശേഷം നമുക്കിവിടെ കാണാം 100 രൂപ, 200 രൂപ, 300, 500, 1000, 2000, 3000, 5000 രൂപ നമുക്ക് ഒറ്റ ക്ലിക്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 100 രൂപ ജസ്റ്റ് ഡെമോ ആയിട്ട് കാണിക്കുന്നുണ്ട്. 100 രൂപ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ പേടിഎം വഴി പൈസ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ഇന്ത്യയിലുള്ള ഏത് പേയ്മെൻറ്റ് സിസ്റ്റവും നമുക്കിതിൽ അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം നമ്മുടെ പേടിഎം ആണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, പേടിഎമ്മിൻ്റെ ID. അല്ലെങ്കിൽ നമുക്കിവിടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, UPI ID അല്ലെങ്കിൽ VPI വെർച്വൽ ID ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, നെറ്റ് ബാങ്കിങ് ചെയ്യാം. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ മുന്നിലുള്ള 16 അക്ക നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്പയറി വാലിഡിറ്റി ഡേറ്റ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, മന്ത്, ഇയർ. അതിനുശേഷം ATM കാർഡിൻ്റെ അല്ല ഡെബിറ്റ് കാർഡിൻ്റെ പിൻവശത്തുള്ള CVV നമ്പർ കൊടുത്തിട്ട് നമ്മൾ ഈ പൈസ ഇവിടെ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ഇതിലേക്ക് ഇൻവെസ്റ്റ് ആവുന്നതാണ്. അതുപോലെ നമുക്ക് ക്രെഡിറ്റ് കാർഡും അതേപോലെ തന്നെ ഉപയോഗിക്കാം. UPI എന്ന് പറയുമ്പോൾ നമുക്കറിയാം UPI എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് UPI പിൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് UPI ആണെങ്കിൽ UPI ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, UPI പിൻ അവിടെ. നമുക്ക് പേടിഎം, ഫോൺ പേ, ഗൂഗിൾ പേ, ഭീം, എല്ലാ ആമസോൺ പേ തുടങ്ങി ഒരുപാട് UPI ആപ്ലിക്കേഷൻ എല്ലാം ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ബാങ്കുകൾ കാണാം. അല്ലെങ്കിൽ ഏറ്റവും താഴെ സെലക്ട് ഫ്രം ആൾ അതർ ബാങ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് സെർച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ പേടിഎം ആണ് ജസ്റ്റ് ഉപയോഗിക്കുന്നത്. കാരണം പേടിഎം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിഡ്രോവൽ ചെയ്യാനും വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് പേടിഎം. ഞാനിവിടെ പേടിഎമ്മിൻ്റെ ID അതായത് മൊബൈൽ നമ്പർ ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ 100 രൂപയാണ് പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ. അതിനുശേഷം ഒരു വൺ ടൈം പാസ്വേഡ്, അതായത് പേടിഎമ്മിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ആ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ, അതിന് തൊട്ട് താഴെയുള്ള വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. എനിക്ക് പേടിഎമ്മിൽ ഇപ്പോൾ ബാലൻസ് ഇല്ല, അതുകൊണ്ട് പേടിഎമ്മായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്കിൻ്റെ കാർഡാണ് ഇവിടെ വരുന്നത്. കാർഡിൻ്റെ പിൻവശത്തുള്ള നമ്പർ ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആഡ് ടു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു. നിങ്ങൾക്ക് പേടിഎം വാലറ്റിൽ പൈസ ഉണ്ടെങ്കിൽ നേരെ ത്രൂ ആയിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ആവും. എനിക്ക് പേടിഎം വാലറ്റിൽ ഇപ്പോൾ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പേടിഎമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്കിൽ നിന്നും പൈസ വിഡ്രോവൽ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇവിടെ CVV നമ്പർ ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആഡ് ടു പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം. ജസ്റ്റ് നമ്മളവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നെറ്റ് നല്ല സ്പീഡാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പ്രോസസ്സിംഗ് കഴിയും. അതിനുശേഷം നമുക്കൊരു നമ്മൾ കാർഡാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ ബാങ്കിൽ നിന്നും ഒരു OTP വരും. ആ OTP നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. UPI ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. UPI ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ഗൂഗിൾ പേ ഒക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേടിഎം അക്കൗണ്ട് ആണെങ്കിൽ അത് മതിയാവും. സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് വീണ്ടും കാണിക്കും. നമുക്കിവിടെ കാണാം പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണാം. ഇനി ഏറ്റവും താഴെ ഗോ ടു ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കാണാം നമ്മുടെ ബാലൻസ് 100 രൂപ വന്നിട്ടുണ്ട്. നമുക്ക് ബോണസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ ഗോ ടു ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിനി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് മെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഇവിടെ കാണാം റിയൽ അക്കൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 100 രൂപ കാണാം. ഡെമോ അക്കൗണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10,032 നേരത്തെ കിട്ടിയ പൈസ കൂടെ കാണാം. അത് നമുക്ക് കിട്ടില്ല. ഈ റിയൽ അക്കൗണ്ടിൽ 100 രൂപ ഉണ്ട്. ഇത് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എത്ര രൂപ നമുക്ക് ട്രേഡ് ചെയ്താലും അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പിൻവലിക്കാൻ സാധിക്കുന്നതാണ്. പിൻവലിക്കുന്ന എങ്ങനെയാണെന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാനിവിടെ ട്രേഡ് ചെയ്തതിന് ശേഷം കാണിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാനിവിടെ പുട്ടെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുക്കാം. മുകളിലേക്കാണ് നിൽക്കുന്നത്. ഏതാണ്ട്
നമുക്കിത് താഴേക്ക് വരും എന്നാണ് തോന്നുന്നത്. നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊന്ന് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. താഴേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുള്ളതുകൊണ്ട് പുട്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി 1 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. താഴേക്ക് വരുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ശരിക്കും നമ്മൾ ഇവിടെ മുകളിൽ കാണാം നമ്മുടെ 100 രൂപയിൽ നിന്നും 20 രൂപ പോയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തത് 20 രൂപയാണ്. പക്ഷേ ഇപ്പോൾ അത് മുകളിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും മുകളിലാണെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെട്ടിരിക്കും. നമ്മുടെ സ്വന്തം പൈസയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതിൽ ട്രേഡ് ചെയ്യേണ്ടത്. നമ്മുടെ പൈസ പോവും. അതുപോലെ നമ്മുടെ മാനസിക നില കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഒരു ഗാംബ്ലിംഗ് പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടും. ഇവിടെ ഒരു മെസ്സേജ് വന്നു, ബാങ്കിൽ നിന്നും പൈസ ഡെബിറ്റ് ആയിട്ടുണ്ടെന്ന്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അത് താഴേക്ക് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്താലാണ് ചെയ്തത്. നമുക്ക് നോക്കാം. അതുപോലെ ഇതിൻ്റെ സ്ട്രാറ്റജി നോക്കിയപ്പോൾ സാധ്യതയും താഴോട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുകളിലേക്കാണ് നിൽക്കുന്നത്. അവസാന നിമിഷമേ പറയാൻ പറ്റൂ. നമുക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കാം, 20 രൂപ ഇൻവെസ്റ്റ് ചെയ്തു 35 രൂപ ആയിട്ട് നമുക്കിത് തിരിച്ച് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ കാണാം 35 രൂപ ഗ്രീൻ ആയിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ അടിക്കാം. ഇവിടെ കാണാം ഞാൻ 100 രൂപയാണ് ചെയ്തത്, 15 രൂപ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതായത് 20 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 15 രൂപ കൂടെ കിട്ടി. 74%, 75% ഉണ്ടായിരുന്നു. ഇപ്പോൾ 74ലേക്ക് മാറിയിട്ടുണ്ടോ. എതേറിയമിലാണ് ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ച പൈസ എല്ലാം കാണാം. ഡെമോയിലുള്ളതും കാണാം, റിയലായിട്ടുള്ളതും കാണാം. ഇനി ഇതെങ്ങനെയാണ് പിൻവലിക്കുന്നത് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ കാണാം. നമുക്കിവിടെ 115 വന്നിട്ടുണ്ട്. വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിൽ നമുക്കിവിടെ നമ്മുടെ പേടിഎം വഴിയാണ് വിഡ്രോവൽ ചെയ്യേണ്ടത്. പേടിഎം ID നമ്മളിവിടെ കൊടുക്കുക, നമ്പർ, അതിനുശേഷം നമ്മുടെ പേര് കൊടുക്കുക. ഇവിടെ നമുക്ക് കാണാം ടോട്ടൽ എമൗണ്ട് 115. പക്ഷേ ഇപ്പോൾ പിൻവലിക്കാൻ പറ്റില്ല. മിനിമം എമൗണ്ട് ട്രാൻസാക്ഷൻ 500 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ 300 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പൈസയാണെങ്കിൽ 300 രൂപ, നമുക്ക് ട്രേഡ് ചെയ്ത് ലഭിക്കുന്ന പൈസയാണെങ്കിൽ 500 രൂപ നമുക്ക് അപ്പോൾ തന്നെ വിഡ്രോവൽ ചെയ്യാം. ഇവിടെ 115 രൂപ ആയതുകൊണ്ട് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ മറ്റൊരു വീഡിയോയിൽ ട്രേഡ് ചെയ്തതിന് ശേഷം വിഡ്രോവൽ ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കാം. തീർച്ചയായിട്ടും ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഗുരു ട്രേഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, വിഡ്രോവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ്. തീർച്ചയായിട്ടും ഞാൻ ചെയ്തത് കണ്ടിട്ട് അതുപോലെ ചെയ്ത് പൈസ നഷ്ടപ്പെടുത്തരുത് എന്ന് കൂടെ ഞാൻ പറയുന്നുണ്ട്. കാരണം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട രീതി മാത്രമാണ്, ഇൻട്രാഡേ ട്രേഡിംഗ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മാത്രമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓൾ ഫോർ ഗുഡ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുകയുള്ളൂ. അതുപോലെ നമുക്കിത് ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ലോഗൗട്ട് ചെയ്യാവുന്നതാണ്.